ജോലി പോയെന്ന് പറഞ്ഞിട്ട് ഇത് എങ്ങോട്ട് കെട്ടിയൊരുങ്ങി പോകുന്നതെന്നല്ലേ ഇപ്പോൾ പറയാമേ. ഇതാണ് നമ്മുടെ കാർമസിയുടെ ഡിയോറൻറ്റ്. ഫ്രഷ് ബ്ലോസമാണ്, നല്ല സ്വീറ്റ് സ്മെല്ലാണ്, അതുപോലെ തന്നെ നോൺ ആൽക്കോളിക്കും നോൺ അലുമിനിയം, അതുപോലെ തന്നെ നല്ല സ്വീറ്റ് സ്മെല്ലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡാർക്ക് കഴുത്തിലുള്ള ഡാർക്ക് അതൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ. അതുപോലെ അണ്ടർ ആംസിൽ വരുന്ന ബാഡ് സ്മെല്ല് അതൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, എന്തായാലും ജോലിയും വേലയും കൂലിയും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെങ്കിൽ ചോദിച്ചാൽ ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ പോകുന്നത് ഞാൻ മക്കളെ വിളിക്കാനാണ് കേട്ടോ. അമ്മയ്ക്ക് ജോലി ഇല്ലെങ്കിൽ എന്താ, അമ്മ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അമ്മ വിളിക്കാൻ വരും, ചോക്ലേറ്റ് മേടിച്ച് തരും, അമ്മയുടെ മടിക്കറി ഇരിക്കാം, അങ്ങനെയുള്ള ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മോളെ വിളിക്കാൻ പോകേണ്ട ആവശ്യമില്ല, കാരണം ബസ് വീട്ടിൽ വരും. പിന്നെ നമ്മൾ റോഡിൽ പോയി വിളിച്ചൊരു ഹാബിറ്റ് ആയാലും അതവർക്ക് ഒരു ശീലമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അവിടെ ഡയറക്റ്റ് വീട്ടിലോട്ട് തന്നെ പോട്ടെ. പിന്നെ ഞാൻ ഇല്ലാത്ത ദിവസമാണെങ്കിലും അപ്പോൾ പിന്നെ ബുദ്ധിമുട്ട് വരുത്തണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവളെ വിളിച്ചില്ല, ബസ് അങ്ങോട്ട് പോട്ടെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് മോനെ ബസ്സിന് വേണ്ടി കാത്തു നിന്നപ്പോഴാണ് അവിടുത്തെ ഒരു അമ്മച്ചി, അവിടെ മീൻസ് നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ കുഞ്ഞൊരു കടയുണ്ട് കേട്ടോ. ഉച്ചയ്ക്കത്തെ ഊണും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ പുള്ളിക്കാരത്തെ ഇങ്ങനെ ഏത്തക്ക കയറി നല്ല ചൂടോടെ ഏത്തക്കപ്പം ഉണ്ടാക്കുമായിരുന്നേ. പക്ഷേ ഞാൻ മേടിച്ചില്ല, കാരണം വീട്ടിൽ ഓൾറെഡി നമുക്ക് സ്നാക്സ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ അച്ഛൻ. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ചോദിക്കുകയും ചെയ്തു, മോളെ FB ഇടാൻ. ഞാൻ പറഞ്ഞ ചേച്ചി യൂട്യൂബിൽ ഇടാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഏത്തക്കപ്പം ഒക്കെ ചൂടുന്ന കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നിന്നപ്പോഴാണ് മോൻ്റെ ബസ് വരുന്നുണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അവൻ എന്തായാലും ഉള്ളിലോട്ട് കയറ്റി വിടില്ല. ഇപ്പം ഉള്ളിലോട്ടുള്ള വീടൊക്കെ ആണെങ്കിൽ മിക്ക സ്കൂൾ ബസ് ഒന്നും അകത്ത് അങ്ങനെ വരാറില്ല. മോളെ നേരത്തെ സ്കൂൾ ബസ്സിലായിരുന്നു, പക്ഷേ അത് കാരണം നമുക്ക് വീടിൻ്റെ മുറ്റത്ത് വരാത്തതുകൊണ്ട് കുഞ്ഞല്ലേ, അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് ബസ് ആക്കി. അപ്പം അതുകൊണ്ട് അതൊരു ആശ്വാസമുണ്ട്, വീടിന് മുറ്റത്ത് കൊണ്ട് ഇറക്കും. പക്ഷേ അവന് നമ്മളെന്ത് പറഞ്ഞാൽ നമുക്കത് പ്രൈവറ്റ് വണ്ടി ഇല്ല ആ റൂട്ടിലോട്ട്, അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവന് ഭയങ്കര സന്തോഷം ഞാൻ വന്നത്. ഇതേ കണ്ടോ ചോക്ലേറ്റ് ഒക്കെ. അതിന് എന്തായാലും ചോക്ലേറ്റിന് പിടിച്ചിരുന്നു പുതിയൊരു ഐസ്ക്രീം, ചൂട് ഐസ്ക്രീം എന്നൊക്കെ പറയും ഇതിന്. ചെറിയൊരു ക്രീമോ എന്തോ ഒരു ജലവൽ സംഭവം കണ്ട് പെട്ടി വെച്ചിട്ടുണ്ട് കോണിനകത്ത്. അങ്ങനെ അതും 2 പേർക്കൂടെ വാങ്ങിയിട്ട് അധികം മേടിച്ചില്ല, 2 പേർക്ക് ഓരോന്ന് മേടിച്ചുള്ളൂ കേട്ടോ. ഇതാണ് ആൾ. പുള്ളിയുടെ ടാറ്റയൊക്കെ തരുന്നുണ്ട്. അമ്മ യൂട്യൂബിൽ ഇടാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പം പുള്ളി ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കില്ലേ. അപ്പം ജസ്റ്റ് നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് കാണാം ചെറുതായിട്ട്. ഇതാണ് നമ്മുടെ കുളമൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് മഴ കയറി അങ്ങനെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. ചിലപ്പോൾ ആൾക്കാരൊക്കെ മീൻ പിടിക്കാനൊക്കെ വരും കേട്ടോ. അങ്ങനെ കുഞ്ഞു മീനൊക്കെ കിട്ടുകയും ചെയ്യും അവർക്ക്. ഞങ്ങളങ്ങനെ